അങ്ങനെ ഞങ്ങൾ കുറേ കാലം പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ തായ്ലൻഡ് യാത്ര ഇവിടെ തുടങ്ങുന്നു. എഫോർഡ എന്ന് പറഞ്ഞൊരു ടീം വഴിയാണ് നമ്മൾ കംപ്ലീറ്റ് പാക്കേജ് കാര്യങ്ങൾ എല്ലാം ബുക്ക് ചെയ്തത് കേട്ടോ. അതിൽ ഫ്ലൈറ്റ് മാത്രം ഞങ്ങൾ ബുക്ക് ചെയ്തു. കൊച്ചിയിൽ നിന്നായിരുന്നു നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഫുക്കറ്റിലേക്ക്. തിരിച്ചു വരുമ്പം പക്ഷെ നമുക്കൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. രാത്രിയത്തെ ഫ്ലൈറ്റ് ആയിരുന്നു കൂടുതൽ പ്രിഫർ ചെയ്ത്. അങ്ങനെങ്കിൽ എൻ്റെ മോൻ കിടന്നുറങ്ങുമെന്ന് വിചാരിച്ച്, പക്ഷെ വെറുതെ ആയിപ്പോയി. ഓനെടെ കിടന്നുറങ്ങണ്, ഓന് ഉറക്കം എന്താണെന്നും അറിയൂല, ഓന് ഫ്ലൈറ്റ് എന്താണെന്നും അറിയില്ല, ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയൂല കുറച്ച് സമയത്തേക്കൊന്നും ഓനറിയൂല. എങ്ങനെയൊക്കെയോ ഞാൻ കഷ്ടിച്ച് ഓനെ ഉറക്കി എടുത്ത് തന്നെ അങ്ങോട്ട് പറയാം. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 7:30, 8 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ തായ്ലൻഡിലെത്തിയിട്ടോ. അവിടുത്തെ ടൈമാട്ടോ ഞാൻ പറയണത്. ഒരു 1:30-1:45 ടൈം വ്യത്യാസമുണ്ട് നമ്മളുടെ ഇന്ത്യൻ ടൈമും പിന്നെ ഇവിടുത്തെ തായ്ലൻഡ് ടൈമും ആയിട്ട് കേട്ടോ. അപ്പോഴേക്കിതാ നമുക്കൊരു വലിയ വണ്ടിയായിട്ട് നമ്മളെ ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പുറത്ത് നോക്കിയപ്പോൾ സത്യം പറയാലോ നമ്മളെ നാടും എന്താ പറയുക, ചില വീടൊക്കെ കാണുമ്പം ഈ തമിഴ്നാട് സ്റ്റൈലാണ്. വലിയ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് ബാക്കി വീടും സ്ട്രക്ചേഴ്സും എല്ലാം നമ്മളെ നാട് പോലെ തന്നെയാണ് കേട്ടോ തോന്നണത്. ദൈവം നല്ല വിശന്നിട്ട് അലമ്പാവുന്നുണ്ടേനി. ഓന് മാത്രമല്ല ഞങ്ങൾക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി ബാക്കിയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ബട്ടൂരിയും എന്തോ ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രെഡും ജാമും ഫ്രൂട്ട്സിനൊക്കെ എന്തൊരു ടേസ്റ്റ്, അതും വാട്ടർമെലനൊക്കെ ഉണ്ടല്ലോ. ഫുക്കറ്റിൽ വന്നാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സ്പോട്ട്, ലയൺ ലാൻഡ്. എല്ലാവരും ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ലയണിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം. സോ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. കമോൺ. ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ ചെറിയൊരു പേടി, ഒരു ഭയം. എന്തായാലും പോയി വെക്കാം. ബാ. നമ്മളിതാ ഉള്ളിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ അവർ ഒട്ടിച്ച് തരും കേട്ടോ. അതുപോലെ 3 months, 6 months, 2 years ഇങ്ങനത്തെ 3 ലയൺസ് ആയിരുന്നു നമ്മൾ കാണാൻ പോയത്. അപ്പോൾ നമുക്കിങ്ങനെ അലോട്ട് ചെയ്യും ഇത്ര എന്നുള്ളത്. പിന്നെ നമ്മളുടെ കൂടെ ഒരു ചെറിയൊരു മോൻ ഉണ്ടായതുകൊണ്ട് തന്നെ മോനെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ ചെറിയ 3 months ബേബീസിൻ്റെ അടുത്തായിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ ഈ കാണുന്ന ലയണിനെ 3 months ഉള്ളും പോലും? എൻ്റെ മനസ്സിലുണ്ടല്ലോ, 3 മാസത്തിൽ ലയണല്ലേ ചെറുതായിരിക്കുന്നു. പക്ഷെ ഞാൻ വെച്ച ദൈവമേ ഇതെന്ത് ഇത്ര വലുപ്പം. അപ്പല്ലേ ഒരു പറഞ്ഞത് ലയൺസിനൊക്കെ നമ്മളെ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യരുത്. 2 വയസ്സുള്ള ലയണിനെ കണ്ടെങ്കിൽ ശരിക്കും അത്ഭുതപ്പെടുമെന്ന്. അത് ഞാൻ ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങളങ്ങോട്ട് തൊട്ട് കഴിഞ്ഞപ്പോണ്ടല്ലോ ഇതൊരു അനക്കാണെങ്കിൽ ദൈവമേ ഞാൻ വേച്ച് പെട്ട് ഭഗവാനെ ഇവിടെ വന്ന ഒരു ലയണിൻ്റെ കയ്യിൽ നിന്ന് കടിയും വാങ്ങി ചാവണ്ടി വരും. അപ്പോഴല്ലേ കുട്ടൻസ് മനസ്സിലായത് ഇവർക്ക് നമ്മളിങ്ങനെ മെല്ലെ തൊടുന്നത് ഇഷ്ടമല്ല പോലും. നമ്മളിങ്ങനെ നല്ലോണം അമർത്തി തൊട്ടിങ്ങോട്ട് ഒഴിയണം. എൻ്റെ പൊന്നെ നമ്മളെ മനസ്സിൽ ഇതൊക്കെ ലയണല്ലേ, അല്ലാണ്ട് പട്ടിയോ പൂച്ചയോ ഒന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ 2 വയസ്സുള്ളൊരു ലയൺ ഉണ്ടെന്ന്. ആ മുതലാണിതാ ഈ കിടക്കുന്നത്. 2 വയസ്സെന്ന് പറഞ്ഞാൽ ഇജാതി വലുപ്പുണ്ടാവും. എന്താ മോനെ. എന്തായാലും സംഭവം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഉള്ളൊരു പേടി ഉണ്ടെങ്കിലും കുറേ ഫോട്ടോസിനും വീഡിയോസിനും വേണ്ടിയിട്ടാണെങ്കിലും ആ പേടി അങ്ങോട്ട് മനസ്സിൽ അങ്ങോട്ട് ഒളിപ്പിച്ച് വെച്ച്